ഹലോ ഫ്രണ്ട്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ്. നിങ്ങൾ വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയെന്ന് നോക്കാം. ആദ്യമായി ഉരുളക്കിഴങ്ങ് റൗണ്ട് ഷേപ്പിൽ വെട്ടിയത് 4 പിന്നീട് നമുക്ക് വേണ്ടത് 2 വലിയുള്ളി, അതുപോലെ തന്നെ 6 തക്കാളി, കറിവേപ്പിൻ്റെ ഇല, പച്ചമുളക്, വെളുത്തുള്ളി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലത്തെ ഒരു പാത്രം എടുത്ത് അതിൽ അരഭാഗം വെള്ളം നിറക്കുക. എന്നിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് 10-15 മിനിറ്റോളം ഇത് വേവുന്നത് വരെ കാത്തിരിക്കുക. നമ്മുടെ ഉരുളക്കിഴങ്ങ് റെഡി ആയിരിക്കുകയാണ്. ഇനി ഇത് തണുക്കുന്നതിനായി മാറ്റി വെക്കാം. ഇനി ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിക്കുക. ഇനി എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് പച്ചമുളക് അതുപോലെ തന്നെ വെളുത്തുള്ളി ചേർക്കുക. ഇത് നല്ലോണം ഇളക്കുക. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആയിരിക്കുന്നു. അതിനുശേഷം കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഇത് നല്ലോണം ആട്ടുക. ഇതിനുശേഷം ഇതിലേക്ക് വലിയുള്ളി ഇടുക. എന്നിട്ട് നല്ലോണം ഇളക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുക. എന്നിട്ടൊരു ഗോൾഡൻ കളർ ആണ് വരെ കാത്തിരിക്കുക. ഇപ്പോൾ ഉള്ളി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. ഇതിലേക്ക് തക്കാളി ചേർക്കുക. ഇനി ഇത് അല്പം നേരം ഒന്ന് അടച്ചു വെക്കുക. ഇനി തുറന്നതിന് ശേഷം അല്പം നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. ഇത് മുളക് പൊടി എരിവുള്ളതായത് കൊണ്ടാണ് 1 ടീസ്പൂൺ ചേർക്കുന്നത്. കാശ്മീർ ചില്ലിപ്പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1.5 സ്പൂൺ ചേർക്കാവുന്നതാണ്. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക. ഇനി വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് നമുക്ക് നല്ലോണം ഉടച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം അടച്ചു വെക്കുക. എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, വലിയുള്ളി ചേർക്കുക. ഇതിന് ശേഷം വറ്റൽമുളക്, പൊടിച്ചെടുത്ത വറ്റൽമുളക് ചേർക്കുക. ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഒരു ഗോൾഡൻ കളർ ആകുന്നതിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇത് നല്ലതുപോലെ വെന്തതിന് ശേഷം ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അതിലേക്ക് ഒഴിക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇത് നിങ്ങൾക്ക് ചപ്പാത്തി, അരിപ്പത്തിരി, അതുപോലെ തന്നെ വെള്ളപ്പം രാവിലെ നാസ്തയിലേക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണ്. ഇത് തീർച്ചയായും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരതിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ.